ജീവിച്ച മനുഷ്യൻ്റെ മുറ്റുചുരുട്ടലും തമ്മിലുള്ള വലിയ ദൂരമാണ്. ഒരു നൂറ്റാണ്ടിന് ഇവിടെ പൂർണ്ണത വരുന്നു. ഒരു നൂറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഇവിടെ പൂർണ്ണത വരുന്നു. മഴ നനഞ്ഞ് നമ്മൾ പിൻവാങ്ങുമ്പോൾ ചിതയിലെ വെളിച്ചം, VSൻ്റെ ചിതയിലെ വെളിച്ചം നമ്മൾക്ക് തരുന്ന പുതിയ മാർഗങ്ങൾ, പുതിയ ലക്ഷ്യങ്ങൾ, നീതിബോധത്തെക്കുറിച്ചുള്ള ജാഗ്രതകൾ എന്നിവ പ്രധാനമായി നിലനിൽക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതാ വന്നവരെല്ലാം മെല്ലെ മെല്ലെ നീങ്ങുന്നു. രണസ്മാരകങ്ങളുടെ മണ്ണിൽ മുന്നേ ജീവിതം ത്യാഗനിർഭരമാക്കിയ രക്തസാക്ഷികൾക്കൊപ്പം VSും ശിരസുയർത്തിപ്പിടിച്ച്, നെഞ്ചും വിരിച്ച് ശിരസുയർത്തിപ്പിടിച്ച് നിലകൊള്ളും എന്നതിന് ഒരു സംശയവും ഇല്ല. VS അങ്ങനെ വലിയ ഒരു ചെങ്കനലോർമ്മയായി മാറുന്നു. 3 ദിവസം തുടർച്ചയായി മറ്റൊരു വാർത്തയും ഞങ്ങൾക്ക് വേണ്ടതില്ല. VSനെ മാത്രം കണ്ടുകൊണ്ടേയിരുന്നാൽ മതി. VSൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് ആലപ്പുഴയിലെ ഈ വലിയ ചുടുകാട്ടിലേക്കെത്തി ചിതയിലെ വെളിച്ചമായി ആ വെളിച്ചത്തിൽ നിന്ന്, ആ വെളിച്ചത്തിൻ്റെ അഗ്നിനാളങ്ങൾ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം പരത്തുന്ന ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് മറ്റൊരു വാർത്തയും വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച കേരളത്തിലെ എല്ലാ പ്രേക്ഷകർ, എല്ലാ തൊഴിലാളികൾ, എല്ലാ തൊഴിലാളി വർഗ പ്രതിനിധികൾ, സഖാക്കൾ, മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുമ്പോഴും VSൻ്റെ ഒരു നൂറ്റാണ്ടിലധികം നീണ്ട കർമ്മകുശലമായ ജീവിതത്തെ സാർത്ഥകതയുടെ പര്യായമായി കണ്ട സാധാരണ മനുഷ്യർ ഇപ്പോൾ ഇതാ വലിയ ചുടുകാട്ടിലെ വലിയ രണസ്മാരകങ്ങളുടെ വിപ്ലവ പ്രതീകമായ സ്തൂപങ്ങളുടെ കാഴ്ചയിലേക്ക് നമ്മളുടെ കണ്ണുകളും ഉയരുന്നു. കത്തിയെരിയുന്ന ഓരോ തീനാളങ്ങളും VSൻ്റെ ആദർശത്തെ, പാർട്ടിയുടെ ആദർശത്തെ മുന്നോട്ട് വയ്ക്കുന്നു. ഇത്രയും നേരം മഴയിൽ ഒരു തൊപ്പി വെച്ച് നിൽക്കുകയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സഖാക്കൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദനം നൽകിക്കൊണ്ട് യാത്ര ആരംഭിക്കുകയാണ്. ആൾക്കൂട്ടം അവരുടെ മുദ്രാവാക്യങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. മഴ നനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പുറത്ത് മഴ പെയ്യുന്നു, അകത്ത് VSൻ്റെ ചിത എരിയുന്നു. VSൻ്റെ ഉള്ളിൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള വിചാരങ്ങളാൽ എരിഞ്ഞിരുന്ന മനസ്സ് ശാന്തമായിട്ടുണ്ടോ എന്നറിയില്ല. അവസാന ബോധത്തിൻ്റെ നിമിഷങ്ങളിലും പത്രം വായിച്ചു കേൾക്കാൻ അദ്ദേഹം ജാഗ്രതപ്പെട്ടിരുന്നു. ഈ 3 ദിനങ്ങളിലും VSനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊരു പത്രവാർത്തയും അറിയേണ്ടതില്ല എന്ന് ജനം തീരുമാനിക്കുന്നിടത്ത് യുഗപ്രഭാവനായ ആ വ്യക്തി തന്നെ ഏറ്റവും വലിയ വാർത്തയായി മാറുന്നു. ചെങ്കനൽ ഓർമ്മയായി VS അസ്തമിക്കുന്നു. അതേസമയം ആ ഓർമ്മ ഉദയം കൊള്ളുകയും ചെയ്യുന്നു. ഇനി അല്പസമയത്തിനകം വലിയ ചുടുകാട്ടിൻ്റെ പരിസരത്ത് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന അനുസ്മരണ വേദിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ VSനെ അനുസ്മരിച്ച് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനുസ്മരണ പ്രഭാഷണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് ചിത എരിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ VSൻ്റെ ഓർമ്മകളിൽ നേതാക്കൾ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രത്യയശാസ്ത്ര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായേക്കും. ഓർമ്മകളിൽ VS ചെങ്കനൽ ദീപ്തിയായി എന്നും ഉണ്ടാവും എന്നതിൽ ഒരു സംശയവും ഇല്ല.